നമസ്കാരം. ഞാൻ നാരായണ രംഗത്ത്. ഞാൻ നാട്ടില് കുറ്റിപ്പുറത്താണ്. ഇപ്പൊ ജോലി ചെയ്യുന്നത് ബോംബെയിലാണ്. എനിക്ക് കിട്ടിയ വിഷയം എന്താണെങ്കിൽ ദ്വാരപാലകന്മാരെ പറ്റിയിട്ടാണ് പറയാൻ പറഞ്ഞു വരുന്നത്. ഈ പൂജ പഠന ക്ലാസ്സിൽ വന്ന ശേഷം എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടാൻ തുടങ്ങി. അതിന് ഹരിയേട്ടനോടും ശ്രീരാമനോടും നന്ദി പറയണം, എന്നെ ഇതിൽ ജോയിൻ ചെയ്യിച്ചതിന്. പിന്നെ അഖില കേരള തന്ത്രി സമാജം ഈ പൂജ പഠന പദ്ധതി അതിൻ്റെ ആ ബുക്കും ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഈ ദ്വാരപാലകന്മാരെ പറ്റി പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാഭേദമില്ലാതെ കാണപ്പെടുന്ന ഒന്നാണ് ദ്വാരപാലകർ. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുൻഭാഗത്ത് ഇടതും വലതും ആയുധധാരികളായി നിൽക്കുന്ന കാവൽക്കാരാണ് ദ്വാരപാലകർ. ദേവന്റെ സമീപത്തേക്ക് പ്രവേശിക്കുന്ന പൂജാരി ആദ്യം ഈ ദ്വാരപാലകരുടെ അനുവാദത്തിനായി ശ്രീകോവിലിന് മുന്നിലെ മണി അടിക്കുന്നു. അപ്പൊ അകത്തേക്ക് പ്രവേശിക്കുവാൻ ദ്വാരപാലകർ അനുമതി തന്നു എന്ന് ദേവനെയോ ദേവിയെയോ അറിയിക്കുന്ന ശബ്ദ സൂചികയാണ് ഈ മണിനാഥം. അന്ന് അങ്ങനെ സങ്കല്പിക്കാം. അതിനാൽ മണി മുഴക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ശ്രീകോവിലിന്റെ അകത്തേക്കോ ഗർഭഗൃഹത്തേക്കോ പ്രവേശിക്കാൻ പാടുള്ളൂ. ദിവസവും നട തുറക്കുന്നതിന് മുമ്പ് പൂജാരി ശ്രീകോവിലിന് മുന്നിൽ ദ്വാരപാലകരെ നമസ്കരിക്കണം. അതിനുശേഷം മണിനാഥം മുഴക്കി ശ്രീകോവിലിനുള്ളിലേക്ക് കടന്ന് പൂജാകർമ്മങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പിന്നെ ക്ഷേത്ര നിർമ്മാണ രീതി അനുസരിച്ച് പ്രധാനമായിട്ട് ശ്രീകോവിലിന് ഇരുവശവും മാത്രമേ ദ്വാരപാലകരെ സ്ഥാപിക്കാറുള്ളൂ എങ്കിലും ചുറ്റമ്പല ദ്വാരങ്ങളിലും ദ്വാരപാലക സങ്കല്പങ്ങളുണ്ട്. ആധുനിക മഹാക്ഷേത്രങ്ങളിൽ ഏഴിടങ്ങളിൽ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ദേവ പ്രതിഷ്ഠാ ഭേദം അനുസരിച്ച് ദ്വാരപാലകന്മാർക്കും ഭേദങ്ങളുണ്ട്. സാമാന്യേന 2 പേരാണ് ദ്വാരപാലകർ എന്നിരിക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ 10 ദ്വാരപാലകരുണ്ട്. അവർ ശ്രീകോവിലിന്റെ ദ്വാരം മുതൽ ചുറ്റമ്പലം വരെയുള്ള കവാടങ്ങൾക്ക് കാവലാകുന്നുവെന്നാണ് സങ്കല്പം. അവർ യഥാക്രമം ഇപ്രകാരമാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിന് മുന്നിൽ വലതുവശത്ത് ചണ്ടൻ, ഇടതുവശത്ത് പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകന്മാരും, അപ്രകാരം ക്രമത്തിൽ ആദ്യത്തെ കവാടത്തിൽ വലതുവശത്ത് ശംഖോടകനും ഇടതുവശത്ത് ചക്രോടകനും, ക്രമേണ ജയവിജയന്മാർ, ഭദ്രായനൻ, സുഭദ്രായനൻ, പിന്നീട് വരുന്ന 4ാമത്തെ കവാടത്തിൽ, അതായത് ചുറ്റമ്പല വാതിലിന് ഇരുവശമായി ഇടതുഭാഗത്ത് ധാത്രിയും വലതുഭാഗത്ത് വിധാത്രിയും ദ്വാരപാലകരാകുന്നു. അതനുസരിച്ച് ഇപ്രകാരം ശ്രീ മഹാദേവന് ദ്വാരപാലകർ 2 പേരാണുള്ളത്. ഇടതുവശത്ത് വിമലനും വലതുവശത്ത് സുബാഹുവും. ദേവിക്ക് ശംഖനിധിയും പത്മനിധിയും, ഗണപതിക്ക് വികടൻ, പിന്നെ ഭീമൻ, സുബ്രഹ്മണ്യന് ജയവിജയന്മാർ. പിന്നെ ദ്വാരപാലകന്മാരാണ് അയ്യപ്പന്റെ പൊന്നു 18ാം പടിയുടെ ഇരുവശത്തുമായിട്ട് നിലകൊള്ളുന്ന കൊച്ചു കടുത്തസ്വാമി, വലിയ കടുത്തസ്വാമി എന്നീ സങ്കല്പങ്ങൾ. പിന്നെ സഭാദ്വാസ്തന്മാർ. സഭാദ്വാസ്തന്മാരും ക്ഷേത്രത്തിലെ പ്രധാന ദേവീദേവന്റെ കാവൽക്കാർ എന്നാണ് അവരുടെ സ്ഥാനം അലങ്കരിക്കുന്നത്. ഇവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം കൊടിമരവും വലിയ ബലിക്കല്ലും കഴിഞ്ഞു വരുന്ന വാതിൽ മാടത്തിന്റെ ഉൾഭാഗത്ത് ആണ്. ദേവന്മാർക്കനുസരിച്ച് ദ്വാസ്തന്മാർക്കും സ്ഥാനങ്ങൾ ഭിന്നമായിരിക്കും. അപ്രകാരം മഹാവിഷ്ണുവിന് ശ്രീ പുഷ്ടി എന്നിവരും, മഹാദേവന് കൃഷ്ണദന്തൻ, മൃഗാസ്യൻ എന്നിവരും, സുബ്രഹ്മണ്യന് അഗ്നികേതുവും സൂര്യകേതുവും, ഗണപതിക്ക് ചണ്ഡവിക്രമൻ, വിഘ്നകനൻ, ശാസ്താവിന് കൃഷ്ണൻ, കൃഷ്ണദന്തൻ, ഭദ്രകാളിക്ക് ജയവിജയന്മാർ, ദുർഗാദേവിക്ക് ഹാദിനി, മോദിനി എന്നിവരും സഭാധ്വസ്തന്മാരാകുന്നു. ഇതുകൂടാതെ ദേവവാഹനം. ദേവന് മുന്നിൽ സ്ഥാനം നൽകുന്ന ദേവവാഹനങ്ങൾക്ക് ഓരോ ദേവനും അതനുസരിച്ച് വാഹന സങ്കല്പങ്ങളും ഭേദങ്ങളുണ്ട്. ശിവന് കാളയും, വിഷ്ണുവിന് ഗരുഡനും, ശങ്കരനാരായണന് കാള പുറത്തേന്തിയ ഗരുഡനും, ഗണപതിക്ക് മഹാമൂഷികനും, അയ്യപ്പന് ശാസ്താവിനും കുതിരയും, സുബ്രഹ്മണ്യന് മയിലും കോഴിയും, ഭഗവതിക്ക് സിംഹവും സാമാന്യന് വാഹനങ്ങളാകുന്നു. ദ്വാരപാലകന്മാർ തുടങ്ങിയ രക്ഷകരെല്ലാം പുറത്തേക്ക് നോക്കുന്ന വിധവും ദിക്പാലകന്മാർ മുതലായവർ ദേവന് അഭിമുഖമായി നിന്ന് വേണം സ്ഥാപിക്കാൻ. വാഹനം സ്ഥാപിക്കുന്നുവെങ്കിൽ അതും ദേവന് അഭിമുഖമായി വേണം. ഇത്രയൊക്കെയാണ് ഞാൻ
ഇങ്ങനെ ഈ ചെറിയ സമയത്ത് ശ്രീരാം, ഞാൻ ഷിബു, കോഴിയമ്പറ്റ എന്ന് പറയും. പട്ടാമ്പിക്കടുത്ത് കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് കിട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള ഒരു അക്ഷരത്തെ കുറിച്ചാണ് എനിക്ക് പറയാൻ കിട്ടിയൊരു വിഷയം. അപ്പൊ അതില് നമ്മുടെ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായിട്ടാണ് നമ്മൾ ആ എന്നുള്ള അക്ഷരത്തെ നമ്മൾ കണക്കാക്കുന്നത്. അത് ഒരു ഹ്രസ്വ സ്വരാക്ഷരമായിട്ടാണ് നമ്മൾ ആ എന്നുള്ള അക്ഷരത്തിനെ നമ്മൾ കാണുന്നത്. പിന്നെ സ്വരചിഹ്നമില്ലാത്തൊരു സ്വരാക്ഷരമാണ് ആ എന്ന് പറയുന്നത്. അത് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ അത് ചേർന്ന് നിൽക്കുന്നു. അപ്പൊ അത് സ്വരചിഹ്നമില്ലാതെ, അപ്പൊ ക ഖ ഘ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളെല്ലാം ആ ചേർന്നിട്ടുള്ള അക്ഷരങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ എന്നുള്ളത് എല്ലാ അക്ഷരങ്ങളും, പിന്നെ നമ്മുടെ പൂജയിലെല്ലാം എല്ലാ കാര്യങ്ങളിലും ആ ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ മന്ത്രങ്ങളിലെല്ലാം ആ എന്നുള്ള അക്ഷരം ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മലയാളത്തിലല്ലാതെ തന്നെ ദ്രാവിഡ ഭാഷയായ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെല്ലാം ആ എന്നുള്ള അക്ഷരം ആണ് ആദ്യ അക്ഷരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ പ്രാകൃതമായിട്ട് പറയുകയാണെങ്കിൽ സംസ്കൃതം, പാലി എന്നുള്ള അങ്ങനെയുള്ള ഭാഷകളിലെല്ലാം ആദ്യ അക്ഷരമായിട്ട് നമ്മൾ ആ എന്നുള്ള അക്ഷരമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഹിന്ദി, ബംഗാളി, മറാത്തി തുടങ്ങിയ ആധുനിക ഭാരതീയ ഭാഷകളിലും നമ്മൾ ആ എന്നുള്ള അക്ഷരമാണ് ആദ്യ അക്ഷരമായിട്ട് കാണുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മുടെ അറബി, ലത്തീൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും ആ എന്നുള്ള അക്ഷരം ഉച്ചാരണത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ പറയാൻ എ എന്ന് പറയുന്നത് ആ എന്നുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ വട്ടെഴുത്ത്, കോലെഴുത്ത് പറഞ്ഞ ലിപിമാലകളിലെല്ലാം ആ എന്നുള്ള അക്ഷരം നമ്മൾ ആദ്യ അക്ഷരമായിട്ട് പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. നിഷേധാർത്ഥം വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അക്ഷരമായിട്ടാണ് ആനെ നമുക്ക് കണക്കാക്കാം. ശക്തങ്ങളെ ആന്ന് വെച്ചാൽ മുന്നിൽ ചേർത്ത് കഴിഞ്ഞാൽ അശക്തൻ, അതായത് അതിന് വിരുദ്ധ അർത്ഥം നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ ശുദ്ധം എന്ന് പറഞ്ഞാൽ അശുദ്ധം, നമ്മൾ രണ്ടിന്റെയും വിരുദ്ധാർത്ഥം നമുക്ക് കിട്ടുന്ന രീതിയിലാണ്. പിന്നെ ആ എന്നുള്ള അക്ഷരത്തിന്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചാരണത്തിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ഠ്യം എന്ന വർഗത്തിലാണ് വരിക. അത് കണ്ഠത്തിൽ നിന്നാണ് ആ എന്നുള്ള അക്ഷരത്തിന്റെ തുടക്കം വരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, കാമദേവൻ എന്നീ അർത്ഥങ്ങളും നമ്മൾ ആ എന്നുള്ള അക്ഷരത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഭാഷകളിലും അകാരത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ പറയും കൃഷ്ണൻ അകാരണാത്മ കരോസ്മി, അക്ഷരങ്ങളിൽ ആ ആണ്, അകാരമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ അതെല്ലാം കാണിക്കുന്നത് ആ എന്നുള്ള അക്ഷരത്തിന്റെ മഹത്വം നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പറയുകയാണെങ്കിൽ ഓം എന്നുള്ള പ്രണവത്തിലെ ഓംകാരത്തിലെ ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ പിന്നെ ഓംകാരം ഉണ്ടാവുന്നതെന്ന് പറയും. അതിൽ ആ എന്ന് പറയുന്നത് കണ്ഠത്തിൽ നിന്നും, ഊ എന്നുള്ളത് പിന്നെ വായുടെ മധ്യഭാഗത്തു നിന്നും, മ എന്നത് അധരപുടത്തിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിലും ആ എന്നുള്ള ഒരു അക്ഷരം നമ്മുടെ പൂജയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഒരുപാട് ഉപയോഗത്തിൽ വരുന്ന, നേരിട്ടല്ലെങ്കിലും പല രീതിയിലായിട്ട് ഉപയോഗങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തിലും അന്ത്യത്തിലും ഒക്കെ ആയിട്ട് എല്ലാ മന്ത്രങ്ങളിലും എല്ലാം നമ്മൾ ആ എന്നുള്ള ഒരു അക്ഷരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു അക്ഷരമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. ചെറിയ ടോപ്പിക് ആയതുകൊണ്ട് കുറച്ച് എനിക്ക് അറിയാവുന്നത് ഞാൻ കളക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. നമസ്കാരം. ഈ ഒരു പിന്നെ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് താങ്കൾ സമാജത്തിനും എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഞാൻ ഈശ്വരൻ നമ്പൂതിരി, ആലപ്പുഴയാണ് സ്ഥലം, വെള്ളിയോടാണ്, ശാന്തിയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് രം എന്ന ബീജമാണ്. രം എന്ന ബീജത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ അവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ച റെഫർ ചെയ്തെടുത്തു നിന്നൊക്കെ കിട്ടിയത്. നമ്മുടെ പ്രധാനപ്പെട്ട ഋഗ്വേദത്തിന്റെ തുടക്കം തന്നെ അഗ്നിമേളയ പുരോഹിതം എന്ന് തുടങ്ങുന്ന ഋഗ്വേദവും, അതുപോലെ തന്നെ മുഖം സർവദേവാനാം ഏൻ ഹവ്യം, അഗ്നിയാണ് നമ്മളെല്ലാം ദേവന്റെ മുഖമായിട്ട് സങ്കല്പിച്ച് നമ്മൾ ഗണപതി ഹോമം കഴിക്കുകയാണെങ്കിലും നിവേദ്യമാണെങ്കിലും പ്രാണാഹുതികള് ദേവന്റെ ഹൃദയത്തിലേക്ക് ഹോമിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ചെയ്യാനാണ് ഹരിയാണെങ്കിലും പഠിപ്പിച്ചത്.
പിന്നെ പ്രാസാദ ശുദ്ധിക്കാണെങ്കിൽ രം എന്നുള്ള അഗ്നി കൊണ്ട് കടുക്, അതായത് സ്ഥൂലമായ ദോഷങ്ങളെ ഹനിച്ച് ആ സൂക്ഷ്മമായ ഒരു സ്ഥൂല സൂക്ഷ്മ ബന്ധം, അതായത് ഒരു ശുദ്ധി വരുത്തി സ്ഥൂലമായ ഇതിനെ നശിപ്പിച്ച് സൂക്ഷ്മമായതിനെ നിലനിർത്തുന്ന ഒരു സങ്കല്പത്തിലാണ് രം ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാനസപൂജയിലാണെങ്കിലും നടുവിരലുകൊണ്ട് രം അഗ്നിയാത്മന, അവിടെ നേത്രത്തെയാണ് രം എന്നുള്ള ബീജത്തെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടത്, അതായത് ബ്രാഹ്മണന്റെ വലത്തെ കൈ അഗ്നിയായിട്ട് സങ്കല്പിച്ച് ഇടത്തെ കൈ അമൃതായിട്ട് സങ്കല്പിച്ചാണ്. അതുകൊണ്ട് വലത് കൈ മുകളിലായിട്ട് അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റേ രം എന്നുള്ള ബീജത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞെങ്കിലും അഗ്നിയെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നുള്ള എന്റെ അറിവിന്റെ കുറവ് കൊണ്ടാണ്. ഇപ്പോ രം എന്നുള്ള അഗ്നി ആ ബീജത്തിന്റെ പ്രത്യേകതയാണെന്ന് അറിയത്തില്ല. പിന്നെ നിവേദ്യ ശുദ്ധിയിലാണെങ്കിലും ഈ ബലി, അതായത് നിവേദ്യ ശുദ്ധിയുടെ പ്രാധാന്യത്തെ ബന്ധിച്ചാണ് നമ്മള് നിവേദ്യത്തിന് അഗ്നിക്ക് തൂവാൻ ഇറങ്ങി വരുന്നത്. അപ്പൊ ആ അഗ്നിയുടെ പ്രാധാന്യം എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. അപ്പൊ ഒന്നിലെ അഗ്നിയായ അഗ്നിയായിട്ട് പൂജിക്കുന്നു, അല്ലെ രം എന്നുള്ള അഗ്നി ബീജം കൊണ്ട് പൂജിക്കുന്നു. എല്ലായിടത്തും വ്യാപിച്ച ആ തേജസ്വിയായ ഒരു അഗ്നി ചൈതന്യമായിട്ടാണ് എനിക്ക് രം എന്ന ബീജത്തെ എന്റെ അറിവിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്നത്. നമസ്കാരം. ഈ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന് അഖില കേരള തന്ത്രി സമാജത്തിനും ശ്രീരാമേട്ടനും അരിഗോവിന്ദേട്ടനും എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഞാൻ മനോജ് പൊയിലൂർ, പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ആണ് സ്ഥലം. ദർഭയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ദർഭയിൽ ആദ്യം പവിത്ര പരമാദർഭ ദർഭഹീന വൃഥ ക്രിയ ദർഭമൂലേ വസേ ബ്രഹ്മ മധ്യദേവോ ജനാർദ്ദന ദർഭാഗ്രേതു ഉമാനാഥ തസ്മൈ ദർഭ ധരേണി മരജയത്. മഹാഭാരതത്തിലുള്ളതാണ്. ദർഭ പുല്ലില് 3 സ്ഥാനത്തായിട്ട് ത്രിദേവന്മാര് കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അത്രയേറെ പാവനത്വം ദർഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ദർഭ ആയുർവേദത്തിലും ഉപയോഗിക്കുന്നുണ്ട്, പൂജ കാര്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു തൃണവർഗത്തിൽപ്പെട്ട സസ്യമാണ്. പോസിയ കുടുംബാംഗമാണ്. ലെമസ്റ്റോച്ചിയ ബൈനേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. സംസ്കൃതത്തിൽ ഇതിനെ കുശ, യജ്ഞഭൂഷണ, സൂചിമുഖ, മുനിശസ്ത്ര, പവിത്ര, യജ്ഞാംഗ എന്നെല്ലാം വിളിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് പുരാണങ്ങളിൽ മുനിമാര് ദർഭ ഉപയോഗിച്ചിട്ട് അസുരന്മാരെയും രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച കഥകളൊക്കെ അതിലുണ്ട്. പിന്നെ പുരാണങ്ങളിലേക്ക് വരികയാണെങ്കിൽ കൂർമ്മ പുരാണത്തിലെ മഹാവിഷ്ണു പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് പോയപ്പോൾ അതിനെ എടുത്തുയർത്താൻ വേണ്ടിയിട്ട് കൂർമാവതാരം എടുത്തെന്നും ഈ കൂർമാവതാരത്തിൽ നിന്നും വന്നിട്ടുള്ള രോമങ്ങളാണ് ദർഭയായിട്ട് മാറിയതെന്നും ഒരു സങ്കല്പമുണ്ട്. അതുപോലെ ഭാഗവതത്തില് വരാഹ അവതാരം ദർഭപ്പുല്ലിന്, വരാഹാവതാരത്തിന്റെ രോമങ്ങൾ ദർഭപ്പുല്ലിന് തുല്യമാണ് എന്നും പറയുന്നുണ്ട്. ഹിന്ദിയിൽ ഇതിനെ കുശ എന്ന് പറയും. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങള്, പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മിന്നൽ ജാലകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇടിമിന്നലിൽ നിന്നുള്ള രക്ഷാകവചമായിട്ട് ദർഭ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ദോഷകരമായ റേഡിയേഷൻ കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. ഇത് എക്സ്റേയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ 60% റേഡിയേഷൻ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് ഒരു പഠനം തെളിയിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഗ്രഹണ സമയത്ത് ഭക്ഷണത്തിൽ പണ്ട് കാലത്ത് ദർഭപ്പുല്ല് ഇട്ട് വെച്ചിരുന്നു. കാരണം ബാക്ടീരിയ വഴിയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഗ്രഹണം കഴിഞ്ഞാൽ ഇത് എടുത്തു മാറ്റുകയും ചെയ്യും. ഈ ദർഭപ്പുല്ല് ഏകദേശം 40 സെന്റിമീറ്ററും 150 സെന്റിമീറ്ററും വരെ ഉയരത്തിൽ വളരുന്നുണ്ട്. ഇലകളിലെ അഗ്രം കൂർത്തതും വശങ്ങൾ മൂർച്ചയുള്ളതുമാണ്. ഇത് എല്ലാ കാലവും പൂക്കളും കായകളും ഉണ്ടാകും. പിന്നെ ഇത് നന്മയുടെയും അമരത്വത്തിന്റെയും ഇരിപ്പിടമായിട്ടാണ് കരുതുന്നത്. പ്രധാനമായിട്ടും ഒരു ഗരുഡന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഗരുഡന്റെ അമ്മയാണ് വിനിത, പാമ്പുകളുടെ അമ്മയാണ് കദ്രു. വിനിതയും കദ്രുവും തമ്മില് ഉച്ചൈശ്രവസ് സ്വർഗത്തിലെ കുതിരയുടെ മേലെ ഒരു പന്തയം വെക്കുകയുണ്ടായി. ഉച്ചൈശ്രവസ് മുഴുവൻ വെളുത്ത കുതിരയാണെന്ന് വിനിതയും
അല്ല അതിൽ കറുപ്പ് നിറമുണ്ടെന്ന് കദ്രുവും പന്തയം വെച്ചു. യഥാർത്ഥത്തിൽ അത് വെളുത്തൊരു കുതിരയായിരുന്നു. പക്ഷെ പന്തയം ജയിക്കാൻ വേണ്ടി കദ്രു ഒരു പാമ്പിനെ ഉച്ചൈശ്രവസിന്റെ വാലിലേക്ക് പറഞ്ഞയച്ച് അതിനൊരു കറുപ്പ് നിറം ഉണ്ടാക്കുകയും പന്തയത്തിൽ വിനിത തോൽക്കുകയും ചെയ്തു. അങ്ങനെ വിനിത കദ്രുവിന്റെ ദാസിയായിട്ട് കുറെ കാലം കഴിയേണ്ടി വന്നു. അപ്പൊ ഗരുഡൻ അമ്മയെ മോചിപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കദ്രു ആവശ്യപ്പെട്ടത് അമൃതകുംഭമാണ്. അപ്പൊ ഈ അമൃതകുംഭം ഗരുഡൻ കൊണ്ടുവന്ന് വെച്ചത് ദർഭയുടെ മുകളിലാണ്. അപ്പൊ വെക്കുന്ന സമയത്ത് ഈ ഏതാനും അമൃത തുള്ളികൾ ഈ ദർഭയിൽ വീഴുകയും ദർഭ അങ്ങനെ അമരമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് അത് പാമ്പുകൾക്ക് ലഭിക്കുന്നതിന് മുൻപേ തിരിച്ച് അമൃതകുംഭം ഗരുഡൻ എടുത്തുകൊണ്ട് പോവുകയും അങ്ങനെയാണ് ഗരുഡനും പാമ്പുകളും തമ്മിൽ ശത്രുക്കളായത് എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പൊ ഈ അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് പാമ്പുകൾ ഈ ദർഭയില് നക്കിയിട്ട് അവരുടെ നാവ് രണ്ടായി, അങ്ങനെയൊക്കെ കഥകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് പവിത്രം, കൂർച്ചം എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കലശം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് ദർഭ എന്ന് പറഞ്ഞാൽ ദർഭ പ്രധാനമായിട്ടും അന്തരീക്ഷം ഒരു പൂജകൻ പൂജ ചെയ്യുമ്പോൾ ബാഹ്യശക്തികൾ, നെഗറ്റീവ് ദോഷകരമായിട്ടുള്ള ശബ്ദങ്ങളും വികിരണങ്ങളും എല്ലാം ഒഴിവാക്കാൻ പൂജകനൊരു രക്ഷയായിട്ട് ദർഭ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അത്രയധികം പ്രാധാന്യം ദർഭയ്ക്കുണ്ട്. പിന്നെ കൊടിയേറ്റത്തിന്, കലശം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കും. പിന്നെ കൊടിയേറ്റത്തിന് ശേഷം കൊടിമരത്തിൽ ആലും മാവും കെട്ടിയതിന് ശേഷം ദർഭയുടെ വടം കയറുകൊണ്ട് അത് കെട്ടാറുണ്ട്. ശിവക്ഷേത്രത്തിൽ ധാരയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മരിച്ച ആളുടെ ശവം ലഭിക്കാത്ത സമയത്ത് ദർഭ സംസ്കാരം നടത്തുന്നതായിട്ടും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ജൈനമതത്തിൽ നോക്കുകയാണെങ്കിൽ ജൈനന്മാര് രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ ദർഭ കൊണ്ടാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നു. ബുദ്ധമതത്തിൽ ബുദ്ധൻ ഈ കുശ എന്ന് പറഞ്ഞ ദർഭയുടെ പായലിരുന്നാണ് ധ്യാനിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. അത്രയധികം പ്രാധാന്യം ദർഭയ്ക്കുണ്ട്. പിന്നെ ഇത് കൂടാതെ ചില വിനാദർഭേ സ്നാനം യച്ഛദാനം വിനോദകം അസംഖ്യാതജ യജ്ഞാപം തത്സരം നിഷ്ബലം ഭവേത്. എല്ലാ പൂജകളും സാധനകളും തപവും ഈ ദർഭ ഇല്ലാതെ നിഷ്ഫലമാണ് എന്നാണ് പറയുന്നത്. പിന്നെ വിനാ ദർഭേ യത്കരം വിനാ സൂത്രേണ വാപുന രാക്ഷസാം തദ്ഭവേ സർവം നാമുത്രേഹ് ബലപ്രദം. ദർഭ ഇല്ലാതെ ഉള്ള ക്രിയകളെല്ലാം രാക്ഷസമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഹിന്ദു ഗ്രന്ഥം അനുസരിച്ച് 7 തരം ദർഭകളുണ്ട്. കുശ, കാച്ചി, യവ, അരി, പുല്ല്, ജംബു. പിന്നെ പവിത്രം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പവിത്രം. ഈ പവിത്രം ഉണ്ടാക്കുന്ന ആള് സാധാരണ അത് ഉപയോഗിക്കാറില്ല. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരേ വ്യക്തി തന്നെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ പുല്ലിലെ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ നഷ്ടപ്പെടും എന്നാണ് വിശ്വാസം. പിന്നെ മോതിരവിരലില് ധരിക്കുന്ന പവിത്രം, മോതിരവിരലിന്റെ ആ ശക്തി മറ്റു വിരലുകളിലേക്ക് ചോർന്നു പോകാതെ സംരക്ഷിക്കുന്നു എന്നും പറയപ്പെടുന്നു. പിന്നെ അങ്കുഷ്ടേതു പിതൃനാശം തർജന്യം മരണം ഭവേത് മധ്യമേ പുത്രനാശശ്ച കാനൂയിഷ്ടേ സർവദോഷകൃത്. തള്ളവിരലിൽ ഒരാൾ പവിത്രം ധരിക്കുകയാണെങ്കിൽ പിതാവിനെ കൊല്ലുന്നതിന് സമമാണ്. നടുവിരലിലാണെങ്കിൽ സ്വന്തം നാശം നേടുന്നു. ചൂണ്ടുവിരലിലാണെങ്കിൽ തന്റെ മക്കളെ കൊല്ലുന്നു. ഇതിനെല്ലാം ചെറുവിരലിനാൽ കൊല്ലപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടും എപ്പോഴും പവിത്രം മോതിരവിരലിൽ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ കുശഹസ്തേന യജ്ഞത്വം ദാനം ചൈവ കുശൈസ്സവ കുശഹസ്താസ്തു യോബിത്തേ തസ്യ സംഖ്യാന വിദ്യതേ. പവിത്രം വിരലുകളിൽ വെച്ച് ധ്യാനിക്കുന്നവനും പവിത്രം വിരലുകളിൽ വെച്ച് ദാനം ചെയ്യുന്നവനും കുശപ്പുല്ലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവനും പുണ്യം പ്രാപിക്കും എന്നൊരു ശ്ലോകം കൂടിയുണ്ട്. ഇത് ഹോമത്തിലും മറ്റും ഉപയോഗിക്കുന്ന നെയ്യും മറ്റും കഴുകാൻ കഴിയാത്തതിനാൽ ദർഭ രൂപത്തിലുള്ള വിഷ്ണു അവയെ ശുദ്ധീകരിക്കുമെന്ന പ്രതീക്ഷയോടെ അവിടെ ദർഭ വെക്കുകയും ചെയ്യാറുണ്ട്. ഇനി അവസാനം മഹാനാരായണ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, സഹസ്ര പരമാദേവി ശതമൂലം ശതാങ്കുര സർവാ ഹരതു മേ പാപം ദുർവാ ദുസ്വപ്ന നാശിനി. ദിവ്യാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന 1000 വസ്തുക്കളാൽ ശ്രേഷ്ഠമായ എണ്ണമറ്റ മുളകൾ ഉള്ളവനും ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നവനുമായ എൻ്റെ എല്ലാ മാലിന്യങ്ങളും ദർഭയാൽ നീക്കട്ടെ. അത്രയധികം പവിത്രതയുള്ള ഒരു പുല്ലാണ് ദർഭ, പുരാണങ്ങളിലായാലും ശാസ്ത്രത്തിന്റെ കണ്ണിലായാലും. നമസ്കാരം.
വളരെ സന്തോഷം. ഈ പൂജാ പഠന പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ച പദ്ധതിക്ക് പൂജാ പഠനം ബാച്ച് 8 പഠിതാക്കൾ നൽകിയ വളരെ നല്ല രീതിയിലുള്ള പിന്തുണയ്ക്ക് സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ പൊതുവെ പറയാറുണ്ട്, പഠനം എന്ന് പറയുന്നത് കുറച്ച് മാത്രമാണ് നേരിട്ട് പഠിപ്പിക്കാൻ സാധിക്കുക, കാൽഭാഗം മാത്രമാണ് നേരിട്ട് പറ്റുക. പിന്നെയുള്ള കാൽഭാഗം സ്വന്തമായിട്ടും ശിഷ്യന്മാരോടുകൂടിയും സഹപാഠികളോടുകൂടിയും പിന്നെ കാലക്രമത്തിലും എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന പഠനത്തിൽ ഒരു പ്രധാനമായിട്ട് ഇതേപോലെയുള്ള വെബിനാറുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ അതിനേക്കാൾ എത്രയോ ഉള്ളിലേക്ക് ചെന്നാൽ ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാൽഭാഗമേ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കാലക്രമത്തിൽ വളരെയധികം കിട്ടാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി സഹപാഠികളുമായിട്ട് കിട്ടുന്ന അറിവാണ് ഇപ്പോ ഈ കിട്ടുന്ന വെബിനാറിലൂടെയുള്ള അറിവ്. ഇതില് കുറച്ച് വളരെ ആഴമേറിയിട്ടുള്ള പല പല ഭാഗങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും അതിൽ ആ കിണ്ടിയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഓരോന്നിൻ്റെയും ശാസ്ത്രങ്ങൾ പറഞ്ഞ സമയത്ത് പിന്നെ കിണ്ടിയുടെ വേറൊരു സവിശേഷത, അതിൽ പറയാത്തൊരു സവിശേഷതയും കൂടി പറയാൻ തോന്നി. ഈ കുഞ്ഞിമംഗലത്തെ കിണ്ടിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇത് പറയുമ്പോൾ 2 വലുപ്പത്തിലുള്ള കിണ്ടികൾ എടുക്കുക. കുഞ്ഞിമംഗലത്ത് കണക്കൊത്ത് ഉണ്ടാക്കിയ 2 കിണ്ടികൾ കയ്യിലെടുക്കുക. 2ലും വെള്ളം നിറയ്ക്കുക. 2ലും വെള്ളം നിറച്ചിട്ട് അതിൻ്റെ വാല് എന്ന് പറയുന്ന ഭാഗത്ത് കൂടെ വെള്ളം ഒഴിക്കുക. ഒന്ന് ചെറിയ കിണ്ടിയും ഒന്ന് വലിയ കിണ്ടിയും. അപ്പോൾ ആ 2 കിണ്ടിയിൽ നിറച്ച് വെള്ളമുണ്ട്, ഒഴിക്കുന്നുണ്ട്. 2ഉം ഒരേ സമയത്താണ് തീരുക എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഘടനയുടെ വ്യത്യാസമാണ്. വലിയ കിണ്ടി ആകുമ്പോൾ വലിയ വാലുണ്ടാവും, ചെറിയ കിണ്ടി ആകുമ്പോൾ ചെറിയ, അത് കൃത്യമായിട്ട് വരും എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടാക്കിയ കിണ്ടിയാണെങ്കിൽ അപ്പോൾ എത്ര വലിയ കിണ്ടിയാ ഓരോരോ കാര്യങ്ങളും പിന്നെ ശരിക്കും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഓരോരോ ഇതാണ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോരോ ഈ പ്രാണങ്ങളെ കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ ആഴത്തിൽ തന്നെ ഇന്ന് ചിന്തിക്കപ്പെട്ടിട്ടുണ്ട്. അക്ഷരങ്ങളിൽ അകാരമാണ് എന്നൊക്കെ ഭഗവാൻ പുരാണങ്ങളിലൊക്കെ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ശരിക്കും. അക്ഷരാണാം അകാരോസ്മി. അതുപോലെ ഇപ്പോൾ ദർഭയെ കുറിച്ച് പറഞ്ഞു, കുശസ്തു ദർഭജാതീനാം. ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ കുറേ വായിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ നമുക്ക് പറ്റും. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാൻ ഇനിയും കുറേ ആൾക്കാർ സംസാരിക്കാനുണ്ടായിരുന്നു. അവരുടെയൊക്കെ വിഷയങ്ങളും കൂടി ആയാലാണ് ശരിക്കും പൂർണ്ണമാവുക എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞതും കേട്ടിരുന്നു. ഓരോരുത്തരും വളരെ ആഴത്തിൽ തന്നെ പരമാവധി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും ഇനിയും കൂടുതൽ ഈ വേറൊരു പ്രത്യേകതയും കൂടി പറയാം. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നോക്കി മനസ്സിലാക്കി എഴുതി വായിച്ചത് ആവരുത് എന്നൊരു അഭിപ്രായമുണ്ട്. അത് ഇന്നലെ ഒരു സന്തോഷം എനിക്ക് തോന്നി. പിന്നെ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു വായുവിനെ പറ്റി പറഞ്ഞ ഇതില്
അത് മനസ്സിലാക്കിയത് മുതൽക്ക് കുറച്ച് സന്തോഷമായി എന്ന് പറഞ്ഞല്ലോ ഒരാള്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഓരോ ആൾക്കാരും അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഉള്ള സുഖവും കൂടി അനുഭവിക്കണം. അപ്പോഴാണ് അതിന്റെ പൂർണ്ണത വരിക. അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴത്തേക്ക് തന്നെ ഈ തന്ത്രം, ഈ ശാസ്ത്രം മേലെയാണ് എന്ന് തോന്നിയല്ലോ. ഇത് തന്നെ ഏറ്റവും മേലെ. കാരണം ഇതിന്റെ ഓരോരോ ഘട്ടങ്ങളിലും ഉള്ള വിഷയങ്ങള്, ഈ നമ്മുടെ ശരീരം 3 തരത്തില് 5 തരത്തില് ഒക്കെ ആയിട്ടുള്ള ഈ ശരീരങ്ങളെ വേണ്ടതുപോലെ സംരക്ഷിക്കുക എന്നുള്ളതിനുള്ള ഓരോരോ ഉപാധികളാണ് നമ്മുടെ ക്രിയകള്. ശരിക്കും ഒരു ദേവന് പൂജ എന്നൊക്കെ പറഞ്ഞത് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊന്നും അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഈ തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞത് വ്യക്തിഗതമാണെന്നാണ് പറയപ്പെടുന്നത്. അവനവന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ശരീരം, ആ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ശരീരങ്ങള് അതിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതില് നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന ശരീരം എന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമാണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഉള്ളിലുള്ള ശരീരങ്ങളെ നോക്കാതെ, ചിന്തിക്കാതെ നമ്മൾ ഈ ഭക്ഷണം എന്നുള്ള ആ ഒരു പോഷകം കൊടുത്തിട്ടുള്ള ആ ശരീരത്തെ മാത്രം സംരക്ഷിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന്റെ അപാകതകള് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പൊ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന് കാളിദാസൻ പറഞ്ഞതുപോലെ ഏതൊക്കെ ശരീരങ്ങളെ എന്ന് ചോദ്യം ചെയ്യണം. ഏതൊക്കെ ശരീരങ്ങളെയാണ് ധർമ്മസാധനത്തിന് ആവശ്യമുള്ളത്? അവിടെ ഒരു പ്രധാനമാണ്. നമുക്കൊക്കെ ഈ ഒരു ശരീരം മാത്രമേ സാമാന്യമായിട്ട് അറിയുള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറത്തേക്കും ഉള്ളിലേക്കുമായിട്ട് ശരീരങ്ങളുണ്ട്. ആ ശരീരങ്ങളെ കൂടി സംരക്ഷിക്കുക. അതിനുള്ള വഴികളാണ് ഇന്ന് പറഞ്ഞ പ്രാണായാമങ്ങൾ. അതിന് ഈ ചില വിഷയങ്ങളിൽ ഈ പ്രാണായാമങ്ങളല്ലാതെ ഔഷധങ്ങളും കൂടി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ആ പ്രാണായാമങ്ങളുടെ പ്രാധാന്യം, അതുപോലെ നമ്മുടെ ഓരോരോ ക്രിയകളിലുള്ള ചിട്ടയായിട്ടുള്ള ആ കർമ്മ പദ്ധതികള്, അതിൻ്റെയൊക്കെ പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ, അത് സ്വന്തം ജീവിതം കൊണ്ട് അല്ല, സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെറുതെ മനസ്സിലാക്കുന്നതിന് പകരം അത് ജീവിതത്തിൽ പകർത്താൻ ഏതെങ്കിലും ഒന്ന് പകർത്തിയാൽ മതി. കൂടുതലൊന്നും പകർത്താൻ സാധിക്കില്ല. മനസ്സിലാക്കൽ ധാരാളം മനസ്സിലാക്കുക, പക്ഷെ അതിൽ ഒന്നെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, എല്ലാം കൂടി പിന്നെ ജീവിതത്തിൽ കൊണ്ടുവരാനൊന്നും ഒരു മനുഷ്യനും സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കുക, ധാരാളമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ അതിൽ ചിലർക്ക് ഒന്നേ പറ്റിയുണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 or 3 പറ്റുമായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തിലേക്കും കൂടി പകർത്തുകയാണെങ്കിൽ അത് വളരെ വലിയൊരു വിജയമായിട്ട് തന്നെ വരും. അപ്പൊ അതിന് ചിലപ്പോ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കില്ല അവനവന് ജീവിതത്തിലേക്ക് ഉപകരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള വെബിനാറുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളല്ലാതെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് നമുക്ക് ഒരു പ്രചോദനമായിട്ട് അതിലേക്ക് നമ്മുടെ മനസ്സും പ്രവൃത്തികളും തിരിക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് ഉപകരിക്കും. അങ്ങനെ എവിടെ നിന്നാണ് എപ്പോഴാണ് നമുക്ക് വേണ്ട അറിവുകൾ കിട്ടുക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്നാണ് പറയുക. അതുകൊണ്ട് അങ്ങനെയുള്ള അറിവുകൾ കിട്ടാൻ വേണ്ടി ഇനിയും എല്ലാവരും മരിക്കുന്നത് വരെ വിദ്യാർത്ഥികളായിട്ട് തന്നെ തുടരുകയാണ് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം ഇന്ന് പങ്കെടുക്കാത്ത അംഗങ്ങള് ഏതാണോ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത വിഷയം, ആ വിഷയം തയ്യാറാക്കി അയച്ചു തരണമെന്നും, അതുപോലെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള 1 മുതൽ 7 ബാച്ച് വരെയുള്ള അംഗങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാവർക്കും സംസാരിക്കാൻ സമയമില്ല. നിങ്ങളുടെ അഭിപ്രായം, ഇന്നത്തെ വെബിനാറിനെ കുറിച്ചുള്ള അഭിപ്രായം ഗ്രൂപ്പിൽ എഴുതി, ഓഡിയോയോ മെസ്സേജായിട്ടോ എഴുതിയിട്ടോ പോസ്റ്റ് ചെയ്യണം എന്ന് കൂടി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. നമസ്കാരം. നമസ്കാരം.